കർമ്മയോഗ രഹസ്യത്തെ വിശദമാക്കിയാണ് ഇവിടെ. കർത്തവ്യ കർമ്മങ്ങൾ സസന്തോഷം നിർവഹിക്കുന്ന കർമ്മയോഗികൾ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി സ്വായത്തമാക്കാൻ എന്തുപായം? കർത്തൃത്വ ഭോർതൃത്വ അഭിമാനങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്യുക തന്നെ. അതെങ്ങനെ? യോഗത്തെ അവലംബിക്കൂ. എന്താണ് യോഗം? മനസ്സിന്റെ സമതല തന്നെ സമത്വം യോഗ ഉച്ചതി. സുഖദുഃഖാദി ദ്വന്ദ്വാനുഭവങ്ങളെ ഒരേ നിലയിൽ കരുതി സമചിത്തതയോടെ കർമ്മം ചെയ്യുവാനാണ് ഗീത ഉപദേശിക്കുന്നത്. കർമ്മയോഗ രഹസ്യം അതാ മുമ്പ് നേരത്തെ പറഞ്ഞു. ഈ ശ്ലോകം അത് തന്നെയാണ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കർമ്മയോഗ രഹസ്യത്തെ വിശദമാക്കിയാണ് ഇവിടെ. കർത്തവ്യ കർമ്മങ്ങൾ സസന്തോഷം നിർവഹിക്കുന്ന കർമ്മയോഗികൾ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി സ്വന്തമാക്കാൻ എന്തുപായം ചോദിക്കുക. എന്നുവെച്ചാൽ എന്തുവാ? കർത്തവ്യ കർമ്മങ്ങൾ. എന്തുവാ കർത്തവ്യം? നമ്മൾ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമോ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കർത്തവ്യമല്ല, ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമോ. ആ കർത്തവ്യ കർമ്മങ്ങൾ നമ്മൾ സന്തോഷത്തോട് നിർവഹിക്കുമ്പോൾ അങ്ങനെ ഒരാൾ നിൽക്കുകയെങ്കിൽ അയാളുടെ ആത്മനിർവൃതി എങ്ങനെ? അങ്ങനെ ആ കർമ്മയോഗികൾ അങ്ങനെ നമ്മളിപ്പം കർമ്മയോഗികളായിട്ടല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഞാനെന്ന ഭാവത്തിലെല്ലാം കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം ദുരിതമാണ്. അപ്പം നമ്മളെങ്ങനെ ഈ എനിക്ക് വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങളെ, എനിക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്ന ആ കർമ്മങ്ങളെ എങ്ങനെ ഞാൻ കർമ്മം ചെയ്താൽ എനിക്ക് നല്ല ആനന്ദാവസ്ഥയിലോട്ട് പോകാം, എനിക്ക് അതുകൊണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഉള്ളിലൊരു ഒരു നിർവൃതിയുണ്ട്. ഓരോ ജോലിക്കും ചിലപ്പോൾ നമുക്ക് ആ നിർവൃതി കിട്ടത്തില്ല. അതിൻ്റെ ഒരു ആനന്ദ നിർവൃതി സ്വായത്തമാക്കാൻ എന്തുപായം? കർത്തൃത്വ ഭോതൃത്വ അഭിമാനങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്യുക തന്നെ. കർത്തൃത്വ ഭോതൃത്വം, ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ അനുഭവം എനിക്ക് വേണം. കർത്തൃത്വം ഞാനാണ് ചെയ്യുന്നത്. ഭോതൃത്വം ഇതിന്റെ ഫലം എനിക്ക് വേണം. ഈ അഭിമാനം, ഇത് രണ്ടുമാണ്. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഞാനാണോ ഈ കർമ്മം ചെയ്യുന്നത്? അല്ല. ഞാനെന്നത് ഭ്രമമാ. ഞാനെന്നുള്ളത് ഒരു ഭ്രമമാവസ്ഥയിൽ. ഞാനെന്ന് പറയുന്നത് ഈശ്വരന്റെ അംശമാണ്. ഇപ്പൊ ഞാൻ ഈശ്വരനാണെന്നുള്ള ചിന്തയിൽ വേണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന എങ്ങനെയാ? അയ്യോ, ഞാൻ ഈ കർമ്മം ചെയ്യാൻ പോവാ, എനിക്ക് ഇതിന്റെ ഫലം കിട്ടണോ? അയ്യോ, അല്ലെങ്കിൽ എനിക്ക് അടുത്ത കാര്യം നടക്കത്തില്ല. അപ്പൊ ഞാനെന്ന ഭാവവും എനിക്ക് ഈ അനുഭവം ഈ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ആ വിജയം എനിക്ക് വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല. അപ്പൊ ഞാനെന്ന സ്വാർത്ഥതയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. സ്വാർത്ഥതയിൽ ഒരു കർമ്മങ്ങളും ചെയ്തുകൂടാ. ഏത് കർമ്മമായിട്ടെ അത് ഞാനല്ല, ഈശ്വരനിലാണ്. ഞാൻ ഈശ്വരന്റെ അംശമാണ്. അത് നമ്മൾ ഉറപ്പിക്കണം. നിരന്തര ചിന്തനമാണ് ഇതൊക്കെ. ഞാൻ ഈശ്വരന്റെ അംശമാണ്. ആ ഡിവൈൻ പവറിലാണ് ഞാനിത് സംസാരിക്കുന്നതും പ്രവൃത്തി ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതും. അപ്പം ഈ ഡിവൈൻ പവറാ. ഞാനിപ്പോൾ നമ്മളെന്ത് പറയും? എൻ്റെ ദേഹമാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ കഴിവാണ്. ഈ കഴിവിൽ നമ്മൾ അഹങ്കരിക്കും. അത് ഇതൊക്കെ ഉള്ളത് എന്തുകൊണ്ടാ? ഒരു ഡിവൈനിറ്റി നമ്മളിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ജഡമാ. ആ ഡിവൈനിറ്റി കട്ടായല്ലോ, ഞാൻ വെറും ജഡം. പിന്നെ എവിടെ ബുദ്ധി, എവിടെ കഴിവ്? അപ്പം നമ്മൾ ഈ ഒരു നിരന്തര ചിന്തനം, നമ്മൾ ഈശ്വരനിൽ വെളിയിലല്ല കാണേണ്ടത്. ഈ ഒരു ശീലത്തിന് നമ്മൾ എപ്പോഴും ഈശ്വരനെ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുക. ആ ഈശ്വരനാണ് ഞാൻ, അതിൻ്റെ അംശമാണ്. ഒള്ളി ഡിഫറൻസ് എൻ്റെ ഈ വാസനകൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അതുകൊണ്ടാണ് എനിക്ക് ഈ മാറി ഞാൻ ഈശ്വരനല്ലെന്ന്. പക്ഷെ നമ്മൾ ശരിക്കും നമ്മൾ ഈശ്വരന്റെ അംശമാണ്. അപ്പൊ എനിക്ക് പോകേണ്ടതും അങ്ങോട്ട്. അല്ലാതെ ഈ ജീവിതത്തിലെ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതല്ല എൻ്റെ ജീവിത ലക്ഷ്യം. ഇതിലേക്കൂടെ, ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലേക്കൂടെ എനിക്ക് എത്തിച്ചേരേണ്ടത് ഈശ്വരനിലോട്ടാണ്. ഞാൻ എന്തെങ്കിലും കർത്തവ്യകർമ്മങ്ങൾ വന്നു ചേരുന്നു. ആ കർത്തവ്യകർമ്മങ്ങളെ ഞാൻ എങ്ങനെ ചെയ്താൽ എനിക്ക് അവസാനം എനിക്ക് ഈശ്വരനിലെത്താം. അല്ലാതെ എൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഈ ആഗ്രഹ നിവൃത്തി കൂടെ എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാ. ആ ലക്ഷ്യം നമ്മൾ അറിയുന്നില്ല. എനിക്ക് അൾട്ടിമേറ്റ് പോകേണ്ടത് എനിക്ക് ഈശ്വരനോട്ടാന്നുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ഇപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതെല്ലാം കവർ ചെയ്ത് കിടക്കപ്പെടുക. എന്തുവാണ് കവർ ചെയ്യുന്നത്? എൻ്റെ തന്നെ വാസന. എൻ്റെ വാസന വെച്ചാൽ എന്തുവാ? എൻ്റെ ആഗ്രഹങ്ങൾ. അതും അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഈ എന്തെല്ലാം കിടക്കുന്നു, അവിടെ പോകണം, ഇവിടെ പോകണം. പലതും നടന്നിട്ടില്ല, സാഹചര്യം വന്നിട്ടില്ല. ഇതൊക്കെ ഇതാണ് എൻ്റെ ഇത് കാരണം മറ്റേനെ ഞാൻ അറിയുന്നില്ല. എന്നിലുള്ള ഒരു ഡിവൈൻ പവറിനെ ഞാൻ അതാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാ. ഇപ്പം നമ്മള് ഈ 50 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇനിയും കുറച്ച് സമയമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും കുറേ സമയമുണ്ടെന്ന് വിചാരിക്കുക. ഇനിയും കുറച്ച് സമയമേ ഉള്ളൂ. ഇനി നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട എന്താ? നമ്മൾ എന്തിനു വേണ്ടിയാ? ശരിക്കും നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളെയൊക്കെ ചെയ്തു തീർക്കാന്നല്ല,
ആർക്കും ഇവിടെ ഒന്നും മുഴുമിപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പ്രതീക്ഷകളും എല്ലാം എല്ലാം സഫലീകരിച്ചിട്ട് എല്ലാം തീർത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. എത്രയോ പരമാർത്ഥമായ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ജന്മത്തിനെ ഉയർത്തണം. ഇനിയുള്ള നമ്മുടെ ചില ആഗ്രഹങ്ങൾ ആ ഒരു ഫേസ് കഴിഞ്ഞു. ഇനി അതിന്റെ പുറകെ കടിച്ചു തൂങ്ങാതെ നമ്മുടെ ഈ ജീവാത്മാവിന്റെ, ഞാൻ ജീവനാ, എന്നുവെച്ചാലും ജീവൻ എന്ന് വെച്ചാൽ എന്തുവാ? പരമാത്മാവിന്റെ അംശം വാസനയിൽ പ്രതിഫലിച്ചുകൊണ്ട് ഞാൻ സെപ്പറേറ്റഡ് എന്ന് തോന്നുന്നു. അത് ജീവനാ, അല്ലാതെ ഞാനല്ല. ഞാൻ എന്നുള്ളത് ഈ ജീവന്റെ ഒരു ചിന്തയുടെ ഭാഗമാ ഞാൻ എന്ന ഭാവം. അത് വെറും ഫാൾസാ. ഈ ജീവാത്മാവാണ് പരമാത്മാവിലോട്ട് ലയിക്കേണ്ടത്, വാസനയല്ല. വാസനയിൽ ഈ ജീവാത്മാവ് വാസനകളെ ത്യജിക്കണം. അപ്പൊ ഈ വാസന ചെന്തുവാ എൻ്റെ ആഗ്രഹ നിവൃത്തി ചെയ്യുന്നത് എങ്ങനെ വേണം? എനിക്ക് അൾട്ടിമേറ്റ് ഇട്ട് പോണ്ട. ഇനിയുള്ള സമയം കുറച്ചേ ഉള്ളൂ. നമ്മൾ ഒരു ഫേസ് ഉണ്ടായിരുന്നു നമുക്ക് ആഗ്രഹം, അത് ആ പീരീഡ് കഴിയുന്നു. ഇനി എനിക്ക് ഇതിൽ നിന്ന് വിഡ്രോവലാണ് ആവശ്യം. അപ്പൊ എൻ്റെ ജന്മത്തിനെ ഉയർത്തുകയാണ്. ഇനി എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ ഈ വാസന നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇനിയും ജന്മമുണ്ട്. നമ്മൾ അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ആർക്കും മുഴുമിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇരിക്കുന്ന ബാക്കിയുള്ള സമയം എൻ്റെ ജന്മത്തിനെ, എൻ്റെ ജീവാത്മാവിനെ എത്രത്തോളം ദൈവത്തിലോട്ട് അടുപ്പിക്കാമോ അത്രത്തോളം പ്രയത്നം ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഒക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ജന്മം തന്നെ ലയിക്കാം ഈശ്വരനുമായിട്ട്. ഇല്ലെങ്കിലോ നമ്മൾ ചെയ്യുന്ന എഫർട്ട് ഒന്നും വേസ്റ്റ് ആയി പോകത്തില്ല. പിന്നെ അടുത്ത ജന്മം അവിടെ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ല നമ്മൾ ജനിക്കുന്നത്. നമ്മൾ അതിനെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലും ഒരു പേരൻസിനായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ഒരു പേരൻസിനും മക്കളെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ ജന്മം എടുക്കുകയാണ്. അപ്പം ഇനിയുള്ള കാലം നമ്മുടെ ഞാൻ ജീവാത്മാവിനെ ഉയർത്താൻ ഉപയോഗിക്കണം. അല്ലാതെ ഭൗതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇനി ഇമ്പോർട്ടന്റ്. അതിനാണ് ഈ വാനപ്രസ്ഥം എന്നുള്ള ഒരു സ്റ്റേജ് വന്നിരിക്കുന്നത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് ഈശ്വരനിലോട്ടാണ്. അപ്പം അതിനൊരു പ്രാക്ടീസ് ചുമ്മാതെ എത്തിച്ചേരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഞാൻ വാസനയിലിരിക്കുക, എൻ്റെ ആഗ്രഹങ്ങളിലിരിക്കുക. അപ്പം എല്ലാ ആഗ്രഹങ്ങളും തീർത്തിട്ട് എനിക്ക് ഈശ്വരനിൽ എത്തിച്ചേരാൻ ഒരു കാലത്തും പറ്റത്തില്ല. കാരണം ആഗ്രഹങ്ങളിന്റെ പുറകെ പോയാൽ ഒരാഗ്രഹം അത് മൾട്ടിപ്ലിക്കേഷനാ. കൂടുതൽ ആഗ്രഹങ്ങൾ വരും. പിന്നെയും നമ്മൾ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ആ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു. ഇനി അടുത്തൊരു പരിശീലനമുണ്ട്. എൻ്റെ ഈ മൈൻഡ്, ഞാനെന്ന സ്റ്റേറ്റിനെ, ജീവാത്മാവിന്റെ ആ സ്റ്റേറ്റിനെ ഉയർത്തി ഈ ഡിവൈൻ പവറിലോട്ട് ലയിപ്പിക്കുക. അപ്പം ഞാൻ എങ്ങനെ വേണം? ഇതിനൊരു പ്രാക്ടീസ് ആവശ്യമാണ്. ഇതുവരെ ഞാൻ കർമ്മം ചെയ്ത രീതിയിലായിരിക്കരുത് കർമ്മം ചെയ്യുന്നത്. എല്ലാം സമർപ്പണ ബുദ്ധിയിൽ എന്തുവാ, പാസ്റ്റിലോ ഫ്യൂച്ചറിലോ മൈൻഡ് ചെല്ലാതെ ഈ പ്രസന്റില് മൈൻഡിനെ നിർത്തുന്നതാണ് ഈ ബി വിത്ത് ദ ഡിവൈൻ പവർ എന്നുള്ളത്. ഞാൻ ഈശ്വരന്റെ ചൈതന്യമാണ്. ഈ ചൈതന്യത്തിലാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. ഒരു റിസൾട്ടും ഫിക്സ് ചെയ്തിട്ടല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത്. അത് ഞാൻ മാറി ചെയ്യാൻ പഠിക്കണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. ഇനിയുള്ള സമയം നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ എനിക്ക് സ്വസ്ഥതയിലോട്ട് എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിലോ നമ്മൾ പിടിവാശിയും മോശമായിട്ടായിട്ട് ഇങ്ങനെ എത്രയോ നമ്മുടെ പൂർവികർ നമുക്കറിയാമല്ലോ, മുമ്പേ പോയിട്ടുള്ളവരെ എന്തെല്ലാം ഒരു സുഖവും ഇല്ലാതെ ദുരിതത്തിലാണ്. എന്തിന്റെ ദുരിതം? മാനസിക ദുരിതം. അവരാരും ഹാപ്പി ആയിട്ടല്ല മരിച്ചേക്കുന്നത്. മെജോറിറ്റി ആൾക്കാരും വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള 1-2 പേര് കാണും. അവരിതൊക്കെ പരിശീലിച്ചിട്ടുള്ളവർ. നമ്മൾ ഒരാളെ വെളിയിൽ നിന്ന് കണ്ടാൽ അറിയത്തില്ല. അവരുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് ആണ്, ആറ്റിറ്റ്യൂഡാണ് മുഖ്യം. അപ്പൊ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാനും, ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തേ പറ്റൂ. കാരണം ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു തുടങ്ങി. ഈ ഗ്രഹിച്ച കാര്യങ്ങളെ നമ്മൾ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. അപ്പോഴേ എൻ്റെ ജീവാത്മാവ് ഉയർച്ച വരുന്നുള്ളൂ. അപ്പം എൻ്റെ ഉയർച്ച എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ സ്വസ്ഥതയിലോട്ട് നീങ്ങും. ഞാൻ അനാവശ്യമായ ഈ പുനരഭി ജനനം, പുനരഭി മരണം, ആ സർക്കിളിൽ കടന്ന് കറങ്ങത്തില്ല. ഇതിൽ നിന്ന് ഞാൻ ഞാൻ എലിവേറ്റ് ആവും. എൻ്റെ മൈൻഡ് സ്റ്റേജ് ജീവാത്മാവിന് ഉയർച്ച വരും. പിന്നെ ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ കൂടി അതേപോലെ എൻ്റെ ജന്മത്തിന്റെ ഉയർച്ച ഉണ്ടാവും. വേറൊരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലായിരിക്കും ഞാൻ ശരീരം എടുക്കുന്നത്. അവിടുന്ന് എനിക്ക് ആ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ റിമൈനിങ് ടൈം നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിരന്തരം ചിന്തിച്ച്, ആ നിരന്തര മനനമാണ് എന്നെ ഇവിടെ ഉറപ്പിക്കുന്നത്.
അത് പറയുക എങ്ങനെയാണ് നമ്മൾ ഈ സാമ്യാവസ്ഥ, അതാ സമബുദ്ധി. ഞാൻ പറഞ്ഞല്ലോ, പെയർ ഓഫ് ഓപ്പോസിറ്റ്, സുഖവും ദുഃഖവും, ജയവും പരാജയവും, ലാഭനഷ്ടം, ഇങ്ങനെ നമ്മൾ എല്ലാ അനുഭവങ്ങളിലും ഓപ്പോസിറ്റ്സ് ഉണ്ട് നമുക്ക്. സുഖത്തിലും അൾട്ടിമേറ്റ് എന്തുവാ? സുഖവും ദുഃഖവും. ഇതിനെ നമ്മൾ മനസ്സിനെ സാമ്യാവസ്ഥയിൽ ഒരേ ലെവലിൽ നിർത്താൻ നമ്മൾ പരിശീലിക്കണം. അതിന്റെ മെക്കാനിസം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനെയാ പറഞ്ഞത്, മനസ്സിന്റെ സാമ്യാവസ്ഥയിൽ നിർത്താൻ എന്തുപായം? സംഘം ത്യജിക്കുക. എന്തുവാ സംഘം? അതാ സംഘം വെച്ചാൽ എന്തുവാ? അറ്റാച്ച്മെന്റ്. മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിർത്താൻ എന്തുപായം? സംഘം ത്യജിക്കുക. മനോവീര്യം ക്ഷയിപ്പിക്കുന്ന തെറ്റായ ചിന്തകളെ, അതായത് മിഥ്യാസങ്കല്പങ്ങളും പ്രതീക്ഷകളും ഭയാശങ്കകളും ആകാശക്കോട്ടകളും ഒക്കെ വെടിയുക. നമ്മളിപ്പോ ഒന്നീ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുക, അല്ലെങ്കിലോ ഫ്യൂച്ചറിനെ ഓർത്ത് ഞാൻ ആങ്സൈറ്റിയാ എനിക്ക്. അപ്പോൾ ഞാൻ ഈ പാസ്റ്റിലും ഫ്യൂച്ചറിലോ എൻ്റെ മനസ്സിരിക്കുന്നത്, പ്രസന്റിൽ എൻ്റെ മനസ്സില്ല. എന്നുവെച്ചാൽ എന്തുവാ? ഞാൻ ആ ഡിവൈൻ പവറിനോടുകൂടെ അല്ല ഇരിക്കുന്നത്. ഞാൻ പാസ്റ്റ് കഴിഞ്ഞതിനെ കുറിച്ചും, ഡിവൈൻ പവർ ഇപ്പോഴാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഡിവൈൻ പവറിൽ നിന്ന് അകന്നു പോവുകയാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഞാൻ ആകാംക്ഷപ്പെടുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ഞാൻ ആ ഡിവൈൻ പവറിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ഡയറക്ഷനിലായിരിക്കും, റിയാലിറ്റി വേറെ ഡയറക്ഷനിലായിരിക്കും സംഭവിക്കും. നമ്മുടെ പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ. നമ്മൾ സങ്കല്പിച്ച് കൂട്ടുന്ന ഒരു ഡയറക്ഷനില്, സംഭവിക്കുന്നത് വേറെ ഡയറക്ഷനില്. അപ്പം അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ? നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കരുത്, എനിക്ക് ഇങ്ങനെ ഒക്കത്തില്ല. ഇങ്ങനെ ആയി ഞാൻ അവസാനം നമ്മൾ ഈ ഒരു ദുരിതത്തിന്റെ കയത്തിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ കർമ്മം ചെയ്യുകയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, എന്ന് വെച്ചാൽ പ്രസന്റിൽ ഞാൻ കർമ്മം ചെയ്യുകയും വേണം, വരുന്ന റിസൾട്ടിനെ ഞാൻ അക്സെപ്റ്റുകയും ചെയ്യണം. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഈ റിസൾട്ട് എനിക്ക് വേണ്ട, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യരുത്. ഈ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്. നമുക്ക് എന്താ സംഭവിക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യുക. ഇപ്പം അതാണ് നമ്മുടെ ദുരിതം. മനോവീര്യം ക്ഷയിപ്പിക്കുന്ന തെറ്റായ ചിന്തകളെ, അതായത് മിഥ്യാസങ്കല്പങ്ങളും പ്രതീക്ഷകളും ഭയാശങ്കകളും ആകാശക്കോട്ടകളും ഒക്കെ വെടിയുക. മനസ്സിൽ നിന്ന് തെറ്റായ ചിന്തകൾ മുഴുവൻ നീങ്ങിയാൽ മാത്രമേ കർമ്മയോഗം അനുഷ്ഠിക്കാനാവൂ എന്നാണെങ്കിൽ അത് അസാധ്യമെന്ന് പോലും തോന്നിപ്പോകും. അപ്പൊ ഇതിനർത്ഥം എന്തുവാ? നമ്മൾ ഇതൊന്നും ഉണ്ടാവുമെന്നല്ല, ഇതെല്ലാം ഉണ്ടാവും. ഒരു മനസ്സുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ പോസിറ്റീവ് ചിന്തകളിലോട്ട് നമ്മൾ വന്നേ പറ്റൂ. അല്ലാതെ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ താലോലിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഈ വിഷയങ്ങളെ ഇപ്പം മനസ്സിലാക്കി. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും എനിക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതെന്റെ സ്വഭാവമാണ്. ആയിരിക്കും. പക്ഷെ ഞാൻ സത്യത്തിനെ മനസ്സിലാക്കണം. എനിക്ക് പോസിറ്റീവ് ചിന്തകൾ എനിക്കറിയാം, കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കി. അപ്പം അതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യുന്ന എങ്ങനെയാ? ഞാൻ ഈ നിരന്തര ചിന്തനം, നമ്മൾ ഈ അറിഞ്ഞതിനെ നമ്മൾ നിരന്തരം ചിന്തിക്കണം. എല്ലാവരും അറിയുന്നുണ്ടോ ഈ കാര്യങ്ങള്? ഈ ലോകത്തുള്ള എല്ലാവരും അറിയും. നമ്മൾ ഇത് ഈ ഗീതയോ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്നതാണിത്. അല്ലാതെ ഒരു കോമൺ സെൻസ്, ഒരു ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല ഇത് വിവേകമാണിത്. വിവേകം വെച്ചാൽ ധർമ്മമാണ്. അതാ ഡിവൈൻ പവറിൽ നിന്ന് വരുന്നതാണ് ഇതല്ല. അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത് നമുക്ക് വന്നേക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമ്മളൊരു അഡ്വേഴ്സിറ്റി ആക്കരുത്. കാരണം ഇത് കിട്ടിയിട്ടും നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യും. നമ്മൾ പറയത്തില്ലേ, ചില ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ സുഖിച്ച് നടക്കും, പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തതുകൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെ അറിയാതെ മാറിപ്പോയാലോ നമ്മുടെ ഫ്യൂച്ചർ ദുരിതത്തിലാവും. തെറ്റായ ചിന്തകൾ മുഴുവൻ നീങ്ങിയാൽ മാത്രമേ കർമ്മയോ അനുഷ്ഠിക്കാവൂ എന്നാണെങ്കിൽ അത് അസാധ്യമെന്ന് പോലും തോന്നിപ്പോകും. കാരണം നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കുറച്ചൊന്നുമല്ല, നമ്മുടെ ഒത്തിരി നെഗറ്റീവ് ചിന്തകളുണ്ട്. അതതിന്റെ സ്വഭാവം. ഒരു മനുഷ്യൻ, നമ്മുടെ എമോഷൻസ് എല്ലാം നെഗറ്റീവാണ്. അത് ഇരുന്നോട്ടെ, പക്ഷെ അതിനെ നമ്മൾ സപ്രസ് ചെയ്യാൻ പോരുത്. നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വേറെ ചിന്തകളും നമ്മുടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ ശരീരമല്ലെന്നും ഞാൻ ഈശ്വരന്റെ അംശമാണെന്നും എനിക്കിപ്പോൾ എൻ്റെ ലക്ഷ്യവും ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ ചിന്തകളും കൊണ്ടുവരണം. അപ്പൊ മറ്റേ ചിന്തകൾ നള്ളിഫൈ ആയി പോവും. കാരണം നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കുറച്ചൊന്നുമല്ല. എന്നാൽ ഉപനിഷത്ത് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ ഭയത്തിന് അവകാശമില്ല. നമ്മെ നിർവീര്യമാക്കുന്ന അസത് സങ്കല്പങ്ങളൊക്കെയും അഹന്തയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവൻ ഞാനെന്ന ഭാവത്തിന്, ഈ ഞാനാണ്, ഞാനാണ് ഇതെനിക്ക് അനുഭവിക്കണം,
അതിനെ ചുറ്റിപ്പറ്റിയ ഇപ്പൊ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പം ആ രീതിയിൽ ഞാൻ അതിനെ, ആ പോസിറ്റീവ് ചിന്തകളെ, ഞാൻ നെഗറ്റീവ് ചിന്തകളെ താലോലിക്കാതെ ഞാനിപ്പോൾ മനസ്സിലാക്കി ഈ സത്യങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ അതൊരു പോസിറ്റിവിറ്റിയാ. അങ്ങനെയാണ് നമ്മൾ ഉയരേണ്ടത്. അഹന്തയാവട്ടെ ഭൂതകാലത്തെ പറ്റിയുള്ള സ്മരണകളുടെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെയും ഒരു മാറാപ്പല്ലാതെ മറ്റൊന്ന്. അതായത് ഞാനെന്ന ഭാവത്തിന് എന്തോ പ്രശ്നം, ഞാൻ എൻ്റെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റിൽ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഭയാശങ്കയാ, ആങ്സൈറ്റിയാ എനിക്ക്. ഈ ഒരു മാറപ്പാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഭൂതകാലം മരിച്ചു കഴിഞ്ഞു, ഭാവിയായിട്ട് ജനിച്ചിട്ടുമില്ല, രണ്ടും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ആ നിലയ്ക്ക് അഹന്തയോടെ ജീവിക്കുക എന്നതിനർത്ഥം ഭൂതകാലമാകുന്ന ശ്മശാനത്തിലോ ഭാവിയാകുന്ന ഗർഭത്തിലോ കഴിയുക എന്നാണല്ലോ. രണ്ടായാലും പ്രവർത്തിക്കാനും നേടാനുമുള്ള അവസരമായ വർത്തമാനകാലം നമുക്ക് നഷ്ടപ്പെടുന്നു. പരിതാപകരമായി ഈ ബുദ്ധിശൂന്യത ഒഴിവാക്കുക. നമ്മുടെ കയ്യിൽ ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ വരും. പക്ഷേ ഞാൻ നെഗറ്റീവ് ചിന്തകളിൽ പോയാൽ എനിക്ക് ദുരിതത്തിലോട്ടേ ഞാൻ നീങ്ങത്തുള്ളൂ. അപ്പോഴോ നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ നിരന്തരം ചിന്തിച്ച് അപ്പോൾ നമുക്ക് ഈ പ്രസന്റോട്ട് മൈൻഡിനെ വരാൻ പറ്റും. നമ്മൾ പാസ്റ്റിനെ ഓർത്ത് ദുഃഖിക്കത്തില്ല, ഫ്യൂച്ചറിനെ ഓർത്ത് എന്ത് വരുന്നാലും അക്സെപ്റ്റൻസ് എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഭയപ്പെടുന്നേ? എനിക്ക് ഏതും വരട്ടെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതിൽ കുന്തിദേവി പറയുന്നേ, കൃഷ്ണ എനിക്ക് എനിക്ക് ദുരിതങ്ങൾ തരുക. അപ്പോഴേ എന്ന് വെച്ചാൽ ആ കുന്തിദേവിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുന്തിദേവിയുടെ അങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ എനിക്ക് ഇനിയും ദുഃഖങ്ങൾ തരൂ. എന്ന് വെച്ചാൽ എന്തുവാ? ദുഃഖിച്ചിരിക്കുന്നത് സുഖമാണെന്ന് വെച്ചിട്ടാണോ? ഞാൻ അപ്പോഴാണ് ഈശ്വരനോട്ടുള്ള ഇതൊക്കെ അറിയുന്നത്. നിരന്തരം തിരിച്ചറിഞ്ഞ് ഞാൻ ഈശ്വരനോട്ട് ഉയരും. അതിനുവേണ്ടി ദുഃഖം തരാൻ പറയുക. ഇപ്പൊ നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഇരിക്കുന്നവരാക്കി ഇതിനെക്കുറിച്ചോ ഇത് വരുമോ? നമ്മൾ പല ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദുരിതാവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം വേണം, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അല്ലാതെ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പോകണം, അതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇത്. നമ്മൾ എവിടുന്നും വന്നിട്ടില്ല, ഇങ്ങോട്ടും പോകാനില്ല, ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ. പക്ഷേ ഇതിനൊക്കെ എനിക്ക് സ്വസ്ഥമായി എനിക്ക് ഈശ്വരനോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അറിയാനുള്ളത് അറിയണം, നിരന്തരം ചെയ്യാനുള്ളത് ചെയ്യണം. എന്നുവെച്ചാൽ നിരന്തരം ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ ചെയ്യേണ്ട രീതിയിൽ ഇതിനെ മനസ്സിലാക്കി ചെയ്താൽ എനിക്ക് സ്വസ്ഥമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാമെന്നല്ലാതെ ആ സ്വസ്ഥത നമുക്ക് കിട്ടത്തില്ല. രണ്ടായാലും പ്രവർത്തിക്കാനും നേടാനുമുള്ള അവസരമായ വർത്തമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. പരിതാപകരമായ ഈ ബുദ്ധിശൂന്യത ഒഴിവാക്കുക, വർത്തമാനകാലം വേണ്ടതുപോലെ വിനിയോഗിക്കുക എന്നാണ് സംഘം വെടിഞ്ഞ് സമചിത്തതയോടെ കർമ്മം. സംഘം വെച്ചാൽ പാസ്റ്റിൽ നിന്നും സംഘം വിടുക, അറ്റാച്ച്മെന്റ് വിടുക, ഫ്യൂച്ചറിലോട്ടുള്ള ഇത് രണ്ടുമാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റാച്ച്മെന്റ്. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആങ്സൈറ്റി, ഉത്കണ്ഠപ്പെടുക. ഇത് രണ്ടുമാണ് നമ്മുടെ അറ്റാച്ച്മെന്റ്. നമുക്ക് ഈ പ്രസന്റ് കിട്ടുന്നില്ല, പ്രസന്റിൽ കർമ്മം ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഓർക്കാൻ പറ്റും. അതിൽ പറഞ്ഞു നമ്മളിപ്പോൾ ഈ അറിഞ്ഞ കാര്യങ്ങളെ നിരന്തരം ചിന്തിക്കുക, നിരന്തര മനനമാണ് നമ്മൾ ഇതിലോട്ട് ഉറപ്പിക്കുന്നത്. ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും സ്വയം നിവൃത്തനായി സർവ്വ കഴിവുകളും വർത്തമാനത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ആത്മസമർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുക, കർമ്മത്തിൽ തന്നെ നിർവൃതി അടയുക. ഇതത്രേ കർമ്മയോഗം. അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം അതിമഹത്തായിരിക്കും. അഭൗമമായ ആനന്ദാനുഭൂതിയിൽ സ്വയം മറന്ന് ജോലി ചെയ്യുന്ന ഒരു കലാകാരനെ നോക്കുക. കൈകാലുകൾ പ്രവർത്തിക്കുന്നിടത്ത് ഹൃദയ മസ്തിഷ്കങ്ങൾ സസന്തോഷം ഒത്തുചേരുമ്പോൾ ഏത് പ്രവൃത്തിയും കലയായി മറന്നു. അങ്ങനെ തന്നെത്താൻ മറന്ന് കർമ്മം ചെയ്യുന്നതിനിടയിൽ മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നാം അറിയില്ല. കർമ്മത്തിൽ വിലീനമായ വ്യക്തിത്വം വീണ്ടും ഉരുത്തിരിഞ്ഞു വരാൻ ആഗതന്റെ സാന്നിധ്യം അറിഞ്ഞ് കുശലപ്രസനം ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. യോഗയുക്തനായി കർമ്മം ചെയ്യുമ്പോൾ സ്വവ്യക്തിത്വം മറക്കാതെ പോയി നമ്മൾ ചില കാര്യങ്ങൾ നമ്മളങ്ങ് മുഴുകി ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല, അടുത്ത് വന്നാൽ പോലും അറിയത്തില്ല, നമ്മൾ ആരെങ്കിലും മുഴുകി ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ ടോട്ടൽ മൈൻഡ് അതില, വേറെ ഒന്നിലോട്ടും ഇല്ല. അത് എത്രയോ നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ ആ പ്രസന്റിലായിരിക്കണം മൈൻഡ് എപ്പോഴും. അല്ലാതെ ഒരു നമ്മളിവിടെ ചെയ്യുകയും ചെയ്യും, മൈൻഡ് ഇങ്ങനെ അലഞ്ഞു തിരിയുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇത് കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ഇതിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെക്ക്, അതുവരെ നമ്മൾ തിരിച്ചറിയുന്നില്ല, ഇപ്പൊ തിരിച്ചറിയുന്നു. പക്ഷെ അതിനുള്ള പ്രയത്നം നമ്മൾ ചെയ്യണം, എഫർട്ട് ഇടണം. നെഗറ്റീവ് ചിന്തകൾ വരും, അപ്പോൾ അതിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മൾ അതിനെ നള്ളിഫൈ ചെയ്യണം. ഇതാണ് പരിശീലനം. മനസ്സിന്റെ പരിശീലനം, ശരീരം കൊണ്ടുള്ള പരിശീലനം അല്ല. ഇങ്ങനെ തന്നെത്താൻ മറന്ന് കർമ്മത്തിൽ മുഴുകുന്ന യോഗിക്ക് കർമ്മഫലത്തെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടാവില്ല. കർമ്മത്തിന്റെ സിദ്ധിയും അസിദ്ധിയും നേട്ടവും കോട്ടവും
ഭാവിയിൽ വരാനിരിക്കുന്നവയാണ്. അവയെക്കുറിച്ച് ആകാംക്ഷാഭരിതനാകുക എന്നതിനർത്ഥം വർത്തമാനത്തെ വിട്ട് ഭാവിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണല്ലോ. അത് ബുദ്ധിശൂന്യതയാണ്. വർത്തമാനകാലത്തെ ഓരോ നിമിഷവും ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുമ്പോൾ ഉളവാകുന്ന ആനന്ദ നിർവൃതി അവാച്യമത്ര, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അത് നമുക്ക് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ചില കാര്യത്തിൽ അങ്ങ് മുഴുകിയിരിക്കുമ്പോൾ അതൊരു എത്രയോ ഒരു ആനന്ദാവസ്ഥയാണ് നമ്മളെല്ലാം. പക്ഷേ അങ്ങനെ നമ്മൾ പരിശീലിച്ചാൽ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ വല്ലപ്പോഴൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ ഓരോ ചില കാര്യങ്ങൾ മുഴുകി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെന്റെ ഒരു ശീലമാകണം, വല്ലപ്പോഴുള്ള കാര്യമല്ല. ഇത് നിരന്തരം ഈ സത്യങ്ങളെ മനസ്സിലാക്കി മനനം ചെയ്ത് ഉറപ്പിച്ചാൽ എനിക്ക് ഏത് നിസ്സാര കാര്യത്തിലും ഞാൻ സ്വസ്ഥമായി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കെല്ലാം ടർബുലന്റ് ആയിരിക്കും, മനസ്സ് ചഞ്ചലമായിരിക്കും. ഈ ശരിയാവോ ഈ രീതിയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, അത് മാറിക്കിട്ടും. അതിനാൽ അഹങ്കാരം വെടിഞ്ഞ്, എന്നുവെച്ചാൽ അഹങ്കാരം, ഇത് ഞാനെന്ന ഭാവമാണ് ഇതിനെല്ലാം പ്രശ്നം. അഹങ്കാരം വെടിഞ്ഞ് സംഘം വിട്ടിട്ട് സംഘം തെക്വ, നേട്ടമോ കോട്ടമോ എന്താണാവോ വരാൻ പോകുന്നത് എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ, നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, ഞാൻ കാര്യം ചെയ്ത അത് ഫലം വരട്ടെ ഫലം വരാതിരിക്കട്ടെ, അതാ നമ്മള് അസിദ്ധിയോ സിദ്ധിക്കുന്നതോ അത് ചിലപ്പോൾ കിട്ടും ചിലപ്പം പോകും. ഏത് വന്നാലും നമ്മൾ പ്രസാദ ബുദ്ധി വരുന്ന ഇത് ഞാൻ ആ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് ദുരിതം, എനിക്ക് പിന്നെ ദുഃഖമില്ല. മനസ്സിനെ യോഗാവസ്ഥയിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യൂ. യോഗസ്ഥ ഗുരു കർമ്മാണി എന്ന് ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നു. സമചിത്തതയോടെ കർമ്മം ചെയ്യുന്നതിന് യോഗം എന്ന് പറയുന്നു. അതാ സമചിത്തത, ബാലൻസ്ഡ്, പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് ഇല്ലാതെ നമ്മൾ രണ്ടിലും സുഖത്തിലും അറ്റാച്ച്ഡ് ആകാതെ ദുഃഖത്തിലും അറ്റാച്ച്ഡ് ആകാതെ നമ്മൾ ഒന്നിലും ഇതാകാതെ നമ്മൾ പ്രവൃത്തി ചെയ്യാൻ പഠിക്കണം. പ്രതീക്ഷകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പ്രതീക്ഷിക്കാം, പക്ഷെ വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ മെന്റാലിറ്റി നമുക്കുണ്ടാകും. പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും, ആഗ്രഹിക്കാം, ആഗ്രഹം നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം. എങ്ങനെ? എനിക്ക് ഈ ആഗ്രഹം വേണം, ഞാനെന്ന ഭാവത്തിലാകരുത്. ഞാൻ ഈ ഈശ്വരന് ചിന്തയ ഈ വാസന കാരണം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു മത്സരബുദ്ധിയിലായിരിക്കരുത്. ഈ മത്സരബുദ്ധി വരുന്നത് എന്തുകൊണ്ടാ? ഞാനെന്ന ഭാവത്തിൽ ചെയ്യുമ്പോഴാണ് ഈ മത്സരബുദ്ധിയെല്ലാം വരുന്നത്. കമ്പാരിസൺ, മറ്റുള്ളവരെന്തോ വിചാരിക്കും, നമ്മൾ മറ്റുള്ളവരുടെ ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നത് പറയാൻ കാരണം എന്താ? ഞാനെന്ന സ്വാർത്ഥതയിൽ ഇരിക്കുന്നതുകൊണ്ടാ. അതാ പറയും, നമ്മൾ എപ്പോഴും ഈ കമ്പാരിസൺ, നമ്മൾ മത്സരബുദ്ധിയിലാണ് ഈ ഇന്നത്തെ ലോകത്ത് പോയിക്കൊണ്ടത്. എല്ലാവരും വേറൊരാൾ ചെയ്യുന്ന പോലെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇന്ന് എന്തെല്ലാം പണ്ടത്തെ ചടങ്ങുകളെല്ലാം പുതിയ ഓരോ കസ്റ്റംസ് വരുന്നു. ഒരാൾ ചെയ്യുമ്പോൾ അതിനപ്പുറത്തെ വേറെ ആൾ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കമ്പാരിസണില്ല, നമ്മൾ ഉള്ളിലോട്ട് നോക്കാതെ നമ്മൾ വെളിയിലോട്ട് നോക്കി ജീവിതം കളയുക. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെയും നോക്കിയിട്ട് കാര്യമില്ല. അവരവർ തന്നെയാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം, എൻ്റെ ദുരിതത്തിന് കാരണം മറ്റാരുമല്ല, സാഹചര്യമല്ല, എൻ്റെ തന്നെ മെന്റാലിറ്റിയാണ്. ഈ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ, ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു. എൻ്റെ ബന്ധുവും എൻ്റെ കൂട്ടുകാരനും എൻ്റെ മനസ്സ് തന്നെ. എനിക്ക് എൻ്റെ വികാര മനസ്സ് എൻ്റെ ശത്രുവും വിവേക മനസ്സ് എൻ്റെ ബന്ധുവാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ രണ്ട് ശ്ലോകങ്ങള്, ഇതിന്റെ മുമ്പത്തെ കർമ്മണ്യേവ അധികാരസ്ഥ എന്നുള്ള ആ ശ്ലോകവും ഈ രണ്ട് ശ്ലോകങ്ങളും ശരിക്ക് വായിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആദ്യം ആ പാട്ട് വെച്ചത് എല്ലാവർക്കും കേൾക്കുന്നില്ലെങ്കിൽ ഇനി തൊട്ട് അത് വെക്കുന്നത്. ഞാൻ എനിക്കിവിടെ ഫുള്ളായിട്ട് കേൾക്കാം, അത് എല്ലാവർക്കും ഷെയർ ആവുമെന്ന് വിചാരിച്ചു. നല്ലൊരു ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ വെക്കുമായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇനി തൊട്ട് ആ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. അത് 19 അച്ഛനാ. ഇത് അതെ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ശരി.